സ്വദേശി തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിൽ ബൈബിൾ കൺവെൻഷൻ വിശുദ്ധമായ തിരുകർമ്മങ്ങൾ പുതുഞായർ തിരുനാൾ എട്ടാമിടം എന്നിവയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ പൂർത്തിയായി. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 43ാമത് മലയാറ്റൂർ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 26, 27, 28 തീയതികളിൽ നടക്കും. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ മാർച്ച് 29, ഏപ്രിൽ 2, 3, 4, 5 തീയതികളിലും പുതുഞായർ തിരുനാൾ ഏപ്രിൽ 9, 10, 11, 12 തീയതികളിലും എട്ടാമിടം ഏപ്രിൽ 17, 18, 19 വിശുദ്ധവാരത്തിനും പുതിയ തിരുനാളിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രമസമാധാന പാലത്തിനായി കൂടുതൽ പോലീസിന്റെ സേവനമുണ്ടാവും. ഗതാഗത നിയന്ത്രണം, CCTV നിരീക്ഷണം, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയങ്ങളിലും പള്ളിയുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ ടീം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഫാദർ ജോസ് ഒഴലക്കാട് അറിയിച്ചു. ഔദ്യോഗികമായി തിരുനാൾ ആരംഭിക്കുന്നത് മലയാറ്റൂർ കൺവെൻഷനോടുകൂടിയാണ്. മലയാറ്റൂർ കൺവെൻഷൻ 43ാമത്തെ കൺവെൻഷനാണ്. അത് വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ്. 3 ദിവസത്തെ മലയാറ്റൂർ കൺവെൻഷനോടുകൂടിയാണ് തിരുനാളിൻ്റെ തീർത്ഥാടനത്തിൻ്റെ ആത്മീയതലം പ്രധാനമായിട്ടും ആരംഭിക്കുക. പിന്നീട് വരുന്ന വലിയ ആഴ്ചയിലെ അവസാന ഞായർ, പെസഹവ്യാഴം, ദുഃഖവെള്ളി, പിന്നെ ഈസ്റ്റർ, ഇതാണ് വലിയ ആഴ്ചയിലെ വിശുദ്ധമായ ദിനങ്ങളിലെ പ്രത്യേകമായ കർമ്മങ്ങൾ, ആത്മീയതലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുക. പിന്നെ വരുന്ന പുതുഞായർ തിരുനാളും അതിന് എട്ടാമിടവും, ഇതാണ് ഈ ഒരു 4 ആഴ്ച കാലഘട്ടമാണ് പ്രധാനമായും മലയാറ്റൂർ തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മൾ ആത്മീയ ശുശ്രൂഷ ക്രമീകരിക്കും. മലയാറ്റൂർ തീർത്ഥാടനത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, 365 ദിവസവും മല കയറി പ്രാർത്ഥിക്കുവാനായിട്ട് തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ വലിയ അപകടങ്ങളോ അവർക്ക് അസൗകര്യങ്ങളോ വരാത്ത രീതിയിൽ ഏറ്റവും സുഗമമായ രീതിയിൽ ആത്മസംതൃപ്തിയും ശാരീരികമായ ദേഹ സൗഖ്യവും സുരക്ഷിതവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നമ്മൾ മുൻവർഷത്തേക്കാളേറെ ഈ വർഷം നേരത്തെ കൂട്ടി തന്നെ നമ്മൾ നല്ല ക്രമീകരണങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ വെള്ളാങ്ങിയിൽ, സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി, കൈക്കാരന്മാരായ ജോർലി ഈരത്തറ, ആബേൽ കപ്പ്യാരുകുടിയിൽ, ടീനു തറയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.